ഹായ് ഫ്രണ്ട്സ്, ഞാൻ അൻസൽ. ഇസഡ് വേയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പോകുന്നത് പുതുവൈപ്പിലെ മനോഹരമായ ഒരു ബീച്ചിലേക്കാണ്. എറണാകുളം ജില്ലയിലെ വൈപ്പിൻ ദ്വീപിലെ ഒരു ഗ്രാമമാണ് പുതുവൈപ്പ്. ഈ ബീച്ചിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് ഈ കാണുന്നത്. ഇവിടെ മനോഹരമായ മണൽപ്പരപ്പും സ്ഫടികതുല്യമായ ജലവുമാണ് ഇവിടുത്തെ മറ്റൊരു അട്രാക്ഷൻ. പോകുന്ന വഴിയിൽ പച്ചപ്പ് നിറഞ്ഞ പ്രകൃതി ദൃശ്യങ്ങളും ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. അധികം ആളുകൾ വന്നു പോകുന്ന ഒരു ബീച്ച് കൂടിയാണ് പുതുവൈപ്പ് ബീച്ച്. പുതുവൈപ്പ് ബീച്ചിൽ പട്ടം പറത്താനും കുളിക്കാനും പറ്റിയ ഒരു ബീച്ച് കൂടിയാണ് പുതുവൈപ്പ് ബീച്ച്. ബീച്ച് പ്രേമികൾക്കും പ്രകൃതി സ്നേഹികൾക്കും ഒരുപോലെ ഇഷ്ടപ്പെട്ട സ്ഥലമാണ്. പുതുവൈപ്പിലേക്ക് എത്തിച്ചേരാൻ ഹൈക്കോടതി ജംഗ്ഷനിൽ നിന്ന് വെറും 5 കിലോമീറ്റർ മാത്രമാണ്. പുതുവൈപ്പ് വൈപ്പിൻ ദ്വീപിൻ്റെ ഭാഗമാണ്. വൈപ്പിൻ മുനമ്പം റോഡ് LLG ടെർമിനൽ റോഡുമാണ് ഈ പ്രദേശത്തേക്ക് വരാനുള്ള ഏക റോഡ് മാർഗം. ബീച്ചിനോട് ചേർന്ന് തന്നെ ലൈറ്റ് ഹൗസ് കാണാൻ സാധിക്കുന്നതാണ്. പുതുവൈപ്പിൻ്റെ ചരിത്രം 1334 വൈപ്പിൻകര ഉത്ഭവിച്ചപ്പോൾ പുതുവൈപ്പ് രൂപപ്പെട്ടിരുന്നില്ല. 1950 വർഷകാലത്ത് കിഴക്കൻ പ്രദേശങ്ങളിൽ ശക്തമായ മഴ പെയ്യുകയും മണ്ണും ചെളിയും കലർന്ന മഴവെള്ളം കൊച്ചി അഴിമുഖത്തിലൂടെ കടലിലേക്ക് വരികയും ചെയ്തിരുന്നു. ഒരു ദിവസം വെളുപ്പിന് ഓച്ചൻ തുരുത്തുകാർ പടിഞ്ഞാറോട്ട് നോക്കിയപ്പോൾ കടൽ നിന്ന ഭാഗത്ത് നീളത്തിലും വീതിയിലും ഗോതമ്പിൻ്റെ നിറമുള്ള കുറുകുപോലെയുള്ള ചെളി അടിഞ്ഞുകൂടി കിടക്കുന്നത് കണ്ടു. ദിവസങ്ങൾ കഴിയുന്തോറും കടൽ പുറകോട്ട് മാറുകയും ചെളി വെച്ച് കരയുണ്ടാക്കുകയും ചെയ്തു. പുതുതായി വെച്ച കരയായതുകൊണ്ട് ഈ കരയ്ക്ക് പുതുവൈപ്പ് എന്ന് പേര് കിട്ടിയത്. എറണാകുളം ജില്ലയിലെ മനോഹരമായ ബീച്ചുകളിൽ ഒന്നുകൂടിയാണ് പുതുവൈപ്പിലെ ഈ ബീച്ച്. വളരെ രസകരമായ കാഴ്ചകൾ തന്നെയാണ് നിങ്ങൾക്ക് ഈ ബീച്ച് സമ്മാനിക്കുന്നത്. തീർച്ചയായും ഒരു ദിവസം നിങ്ങൾ ഈ ബീച്ചിലും വരേണ്ടതാണ്. ഫാമിലിയായി വരാൻ പറ്റിയ ബീച്ച് കൂടിയാണ് പുതുവൈപ്പിലെ ഈ മനോഹരമായ ബീച്ച്. പുതുവൈപ്പ് ബീച്ചിലെ വിശേഷങ്ങളും കാണാക്കാഴ്ചകളും തൽക്കാലത്തേക്ക് ഇവിടെ നിർത്തുന്നു. ഇനി മറ്റൊരു ബീച്ചിൻ്റെ വിശേഷങ്ങളുമായി വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്. യാത്രകൾ അവസാനിക്കുന്നേയില്ല.